മുപ്പതിര പഞ്ചായത്തിൽ നടന്ന ഗുണഭോക്തൃ സംഗമം ജനങ്ങളെ വലച്ചു. 18 വാർഡുകളിലെയും ഗുണഭോക്താക്കളെ ഒന്നിച്ചു വിളിച്ചതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പിടിപ്പുകേടാണ് ജനങ്ങളെ വലച്ചത് എന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. മുപ്പതിര പഞ്ചായത്തിൽ ഭവനരഹിതരായ PMIY ഗുണഭോക്താക്കളുടെ യോഗം ആരോപണത്തിനിടയാക്കി. 18 വാർഡുകളിലെയും ഗുണഭോക്താക്കളെ ഒരുമിച്ച് വിളിച്ചു ചേർത്ത് ജനങ്ങളെ അധികൃതർ വലിച്ചു. പ്രായം ചെന്നവരും അംഗപരിമിതരുമെല്ലാം എത്തി. ഇവർക്ക് ഇരിക്കാൻ പോലും ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. യാതൊരു ദീർഘവീക്ഷണമില്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 700 മുകളിൽ ഗുണഭോക്താക്കളാണ് ലിസ്റ്റിലുള്ളത്. ഇതിൽ വന്നവർ കുടുംബങ്ങളുമായി എത്തിയപ്പോൾ എണ്ണം 1000-ന് മുകളിലായി. ജനങ്ങൾ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ഗുണഭോക്താക്കളെ ഒരുമിച്ച് ഒരു ഫോട്ടോയിൽ കിട്ടണമെന്ന് വാശി പിടിച്ചതിനാലാണ് 18 വാർഡുകളിലെയും ഒന്നിച്ചു വിളിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇത് ഗുണഭോക്താക്കളെ വലിക്കുകയും ചെയ്തു. പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് ആരോപണവുമായി BJPയും രംഗത്തെത്തി. ബ്ലോക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്ത് വിളിച്ചു എന്ന് പറയുന്നെങ്കിലും ഇവിടെ വന്നു കൂടിയിട്ടുള്ള 750 ആയിരക്കണക്കിന് ആളുകൾ, 1000-ൽ മുകളിൽ ആളുകൾ വന്നിട്ടുണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ കൊള്ളാൻ പറ്റാത്ത പോലെ ആളുകൾ, അവർക്ക് നിൽക്കാനും സ്ഥലമില്ല, ഇരിക്കാനും സ്ഥലമില്ലാതെ ഒരു സംവിധാനം. അല്ലെങ്കിൽ ഇത് വിളിച്ച് വല്ല ഓഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലും നല്ല ഓഡിറ്റോറിയത്തിൽ വിളിച്ച് കൂട്ടി ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സമയം കിട്ടിയിരുന്നു. ഇതുപോലുമില്ലാതെ ആളുകളെ മുപ്പതിര പഞ്ചായത്തിലെ 18 വാർഡിലെ ആളുകളെ വിളിച്ചു കൂട്ടി അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ മഴക്കാലത്ത് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതിരിക്കുന്ന ആളുകൾ പല മേഖലകളിൽ നിന്നും കടന്നു വന്ന് ഇവിടെ കഷ്ടപ്പെട്ട് വന്നിട്ട് എന്താണെന്ന് പോലും അത് കേൾക്കാനും കാണാനും അറിയാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിലവിൽ അതാത് വാർഡിലെ ഗ്രമസഭകൾ ഈ ഗുണഭോക്താക്കളിന് വേണ്ടിയുള്ള ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ആ ഗ്രാമസഭയിൽ വെച്ചാണ് ഈ ലിസ്റ്റുകൾ സത്യത്തിൽ അംഗീകരിക്കുകയും ആ ലിസ്റ്റിന്റെ പോരായ്മകൾ പരിഹരിക്കേണ്ടത് ചെയ്യേണ്ടത്. അതിന് പകരം 18 വാർഡിലെ ആളുകളെ വിളിച്ചുകൂട്ടി ഇതിൽ നിന്നും എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് മനസ്സിലാകുന്നത് ചില രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തമായി ആളുകളെ തിരികെ കയറ്റാൻ വേണ്ടി, അർഹതപ്പെട്ട ആളുകളെ ഒഴിവാക്കുവാൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ആശയമുണ്ട്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ മക്കളുമായും പ്രായം ചെന്നവരും ഭിന്നശേഷിക്കാരും സഹായികളുമായി എത്തിയതോടെ എണ്ണം 700-ൽ നിന്ന് 1000-ന് മുകളിലെത്തി. 200 പേർക്ക് ഇരിക്കാവുന്ന ഹാളിലാണ് ഇത്രയധികം പേര് തളിച്ചു കൂടിയത്. വിവിധ ഏജൻസികളിൽ വീട് കിട്ടിയവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടി സ്വീകരിക്കരുതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, മുപ്പതിര.